അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല. വീടിൻ്റെ ഉള്ളിലെ സമാധാനം ഉണ്ടല്ലോ, വിലപിടിപ്പുള്ളതാ. നല്ല കഷ്ടപ്പാടാ അതിന്. നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഒരാൾ എന്തോ പറഞ്ഞു, അത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ അതിന് മറുപടി പറഞ്ഞു. ആ മറുപടി മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ബഹളമായി. അതൊരു ബഹളമായി മാറിയപ്പോ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്കിന്ന് ഭക്ഷണം വേണ്ട എന്ന്. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, എനിക്കും വേണ്ട. അങ്ങനെ ആരും അന്ന് ആ വീട്ടിൽ ഭക്ഷണം കഴിച്ചില്ല. പിറ്റേ ദിവസം ആ ഭക്ഷണം അമ്മ പട്ടിക്കോ പൂച്ചക്കോ ഇട്ട് കൊടുക്കും. ആ ഇട്ട് കൊടുക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണമല്ല, ഒരു വീടിന്റെ സമാധാനമാണ്. ഒരാളൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, മറുപടിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വീടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. ഗുരു നിത്യചൈതന്യ യതി എന്ന് പറയുന്ന ഒരു വലിയ സന്യാസി നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്. അദ്ദേഹം പറയാ, ഞാൻ പാമ്പാണ്, വിഷമുള്ള പാമ്പാണ്, പക്ഷെ ഞാൻ ആരെയും കടിക്കൂല. എനിക്കുണ്ട് മറുപടി, പക്ഷെ ഞാൻ പറയൂല. നീ പറഞ്ഞ വാക്കിന് മറുപടി എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷെ ഞാൻ പറയൂല. എന്തിനാന്നറിയോ? ഈ വീടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്, ഇവിടെ കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണ് കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ കിടന്നുറങ്ങുന്ന മനുഷ്യന് സമാധാനത്തോടെ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറുപടി പറയൂല. ഇങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ, ഇത് ചെറിയ കഷ്ടപ്പാടല്ല. ഒരു വീടിന്റെ സമാധാനം നിലനിർത്താൻ വേണ്ടി ഒരാൾ കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാട് ചെറിയ കാര്യമല്ല. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം സമാധാനമുള്ള ഒരു വീടാണ്. സത്യം. ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ 2 സ്ഥാനങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ 2 സ്ഥലങ്ങള്, ഒന്ന് മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനിടയിൽ അയാൾ നമ്മളെ ഓർക്കുന്നു. ആ ഒരു സ്ഥലമില്ലേ ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം. രണ്ടാമത്തേത് ഏതാണെന്നറിയോ? ഒരു കുഞ്ഞിന്റെ മനസ്സിൽ നമുക്കുള്ള സ്ഥലമാണ്. നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു കുട്ടി, നമ്മൾ പറയുന്നതിന് വാല്യൂ ചെയ്യുന്ന ഒരു കുട്ടി ഈ ലോകത്തുണ്ട് എങ്കിൽ അത് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥലമാണ്. കാരണം അതൊരു മനുഷ്യനാണ്, ചെറിയ മനുഷ്യനാണ്. ഒരു ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ മനുഷ്യന്. നമ്മൾ വലിയ കുട്ടികളല്ലേ, അല്ലേ? നമ്മൾ വലിയ മനുഷ്യന്മാരാന്ന് പറയുമെങ്കിലും ശരിക്കും നമ്മൾ വലിയ കുട്ടികളാണ്. അവര് നമ്മൾ ചെറിയ കുട്ടികളാന്ന് പറയും, സത്യത്തിൽ അവർ ചെറിയ മനുഷ്യന്മാരാണ്. നമ്മുടെ കുട്ടികൾ ചെറിയ മനുഷ്യരും നമ്മൾ വലിയ കുട്ടികളും. അത് അവരുടെ ഉള്ളിലെ നന്മ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമ്മളെക്കാൾ നന്മയുണ്ട്. കാരണം അവൾക്ക് മുൻവിധികൾ കുറവാണ് കുട്ടികൾക്ക്. നമ്മളൊരു ദിവസം നമ്മുടെ മോന് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അവന് സ്കൂളിലേക്ക് ഓട്ടോറിക്ഷയിലോ ബസ്സിലോ ആണ് പോയിരുന്നത്. അപ്പൊ ഒരു ദിവസം ആ വണ്ടി കിട്ടിയില്ല. അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടിയിൽ അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. അപ്പോ കുറച്ച് വൈകിയിരുന്നു, അത്യാവശ്യം നല്ല വേഗതയിലാണ് പോണേ. ചെറിയ റോഡാണ്. അപ്പൊ എതിർവശത്തൊരു ലോറിയാണ് വരുന്നത്. ആ ലോറിക്ക് നമ്മൾ സൈഡ് കൊടുത്ത്, ലോറി നമുക്ക് സൈഡ് തന്ന്, പിന്നെ അവിടെ റോഡില്ല, അത്രയും ചെറിയ റോഡാണ്. അപ്പോഴാണ് ഈ ലോറിയുടെ പിറകിലൊരു നല്ല സ്പീഡിലൊരു ബൈക്ക് വരുന്നുണ്ട്. ആ ബൈക്കിന് പിന്നെ പോകാൻ സ്ഥലമില്ലല്ലോ, നേരെ നമ്മുടെ വണ്ടിയിൽ വന്നിട്ട് കുത്തി. വണ്ടിയുടെ മുൻഭാഗം ആകെ പോയി. ആ ബൈക്കിലൊരു അമ്മയും മോനും ആയിരുന്നു. 2 ആള് റോട്ടിലേക്ക് മറിഞ്ഞു വീണ്. പിന്നെ അമ്മയുടെ തല ഇങ്ങനെ ലോറിയുടെ ടയറിന്റെ തൊട്ടടുത്തിരുന്നു. അങ്ങനെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നമ്മളിങ്ങനെ നോക്കുമ്പോ വണ്ടിയുടെ മുൻഭാഗം ആകെ ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോ മനസ്സിങ്ങനെ ആകെ വിഷമായി. കാരണം ഇനി അത് നന്നാക്കണം, യാത്രകളൊക്കെ മുടങ്ങി. ആ സങ്കടത്തില് വണ്ടി മെല്ലെ ഇങ്ങനെ എടുത്തു പോരാ തിരിച്ചു. പതുക്കെ ഇങ്ങനെ സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് വണ്ടിയുടെ മുൻഭാഗം കേടുവന്നതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്ന ഞാൻ കേൾക്കുന്നത് ഒരു കരച്ചിലാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ നമ്മുടെ മോന പിറകിലെ സീറ്റിലിരുന്നിട്ട് കരയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ തേങ്ങി കരയുന്നുണ്ട്. ഇവന്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്.
അപ്പൊ ചുണ്ടൊക്കെ ചോരയൊക്കെ ഉണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മോനെ എന്താ വേദനയുണ്ടോ, നമുക്ക് ആശുപത്രിയിലേക്ക് പോണോ? വേണ്ടെന്ന്. മരുന്ന് എന്തെങ്കിലും തേക്കണോ? അപ്പോഴൊന്നും വേണ്ട എന്നാ പറയണ. ഇതൊന്നും വേണ്ട. നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാ കരയണെന്ന് ചോദിച്ചു. വേദനിക്കണില്ലെങ്കിൽ പിന്നെന്തിനാ കരയണെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കുട്ടി എന്താ നിന്നോട് പറഞ്ഞെന്നറിയോ? അവൻ എന്നോട് പറഞ്ഞു, അപ്പാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ ചോദിച്ചു. അവരുടെ തല പൊട്ടിയിട്ട് ചോരൊക്കെ വരുന്നുണ്ടല്ലോ, അവരേത് ആശുപത്രിയിലേക്ക് പോയതെന്ന് ചോദിക്കോ, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ വലിയൊരു കുട്ടിയായി പോയി, എന്റെ മോൻ ചെറിയൊരു മനുഷ്യനായി പോയി. വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിന്റെ പേരിലാണ് എന്റെ മനസ്സ് വിഷമിക്കണത്. ആരുമല്ലാത്തൊരു അമ്മയുടെ നെറ്റി പൊട്ടിയതിന്റെ പേരിലാണ് അവന്റെ മനസ്സ് വിഷമിക്കണത്. അതാണ് ജിബ്രാൻ പറഞ്ഞത്, കുട്ടികൾക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ, നിങ്ങളുടെ ചിന്തകൾ കൊടുക്കരുത് കേട്ടോ. കാരണം അവര് വേറെ മനുഷ്യന്മാരാണ്. അവരീ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെ ചിന്തകൾ പോലെ ചിന്തിക്കാനല്ല. നിങ്ങൾ കുട്ടികളെ പോലെ ആയിക്കോളൂ, അവരെ നിങ്ങളെ പോലെ ആക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വല്ലാത്തൊരു വാക്കല്ലേ. നിങ്ങൾ കുട്ടികളെ പോലെ ആകൂ. നമ്മളൊരു വീട്ടിലേക്ക് പോയാൽ ആ വീടിന്റെ ആർഭാടങ്ങളിലേക്ക് നമ്മൾ നോക്കുക. അതിന്റെ ഗേറ്റ് എത്ര വലുതാണ്, അതിന്റെ മതിൽ എത്ര വലുതാണ്, അവിടെയുള്ള TV എത്ര വലിയ ഇഞ്ചാണ്, അവിടെ ഉണ്ടാക്കിയ വാതിലുകൾ ഏത് മരം കൊണ്ടാണ്, അവിടെ ഉണ്ടാക്കിയ ആർഭാടങ്ങളിലേക്കാണ് നമ്മുടെ കണ്ണ് പോവുക. നമ്മുടെ കൂടെയുള്ള കുട്ടിയുടെ കണ്ണെങ്ങോട്ടാ പോവുക? അവിടെയുള്ള പൂച്ചക്കുട്ടിയിലേക്കാ പോവുക. അവിടെ ഇങ്ങനെ തത്തിക്കളിക്കുന്ന അവിടെയുള്ള ചെറിയ പക്ഷികളിലേക്കാ പോവുക. അവിടെയുള്ള എന്താണ് മത്സ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക്, ചെറിയ പൂക്കളിലേക്ക്. ഇതൊക്കെയാണ് നമ്മളെ കുട്ടികൾ പോവുക. നമ്മള് ചിന്തിക്കുന്നത് മുഴുവനും ആർഭാടങ്ങളെ കുറിച്ചായിരിക്കും. കുട്ടികളുടെ ഉള്ളിലുള്ള ഈ ശുദ്ധി ഉണ്ടല്ലോ, ആ ശുദ്ധി നമ്മൾ കാരണം കെട്ടുപോകാതിരിക്കുക എന്നുള്ള ഒരു ജാഗ്രതയാണ് ഒരു പാരന്റ് എന്ന അർത്ഥത്തില് ആ കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. ഷൂസെ സെരമാവോ എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരനുണ്ട് ഇംഗ്ലീഷിൽ. അദ്ദേഹം 70-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്നത്. 70-ാമത്തെ വയസ്സിൽ ആ ആത്മകഥ എഴുതുമ്പോൾ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. 7 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ഒരു കുതിരപ്പുറത്ത് കയറണം എന്നായിരുന്നു. അതുകൊണ്ട് സ്വന്തമായി കുതിരയുള്ള ഒരാളോട് ചെന്നിട്ട് ഈ കുട്ടി ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കുതിരപ്പുറത്തൊന്ന് കയറിക്കോട്ടെ. ഇയാൾ കുതിരപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അവന്റെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് ആ കുട്ടിയെ അപമാനിച്ചു. ആ അപമാനിച്ച സംഭവത്തെ കുറിച്ച് 70-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം പറയണത് എന്താണെന്നറിയോ? ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത കുതിരപ്പുറത്ത് നിന്ന് വീണതിന്റെ മുറിവ് എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ കുതിരപ്പുറത്ത് കയറിയിട്ടില്ല, പക്ഷെ അയാളുടെ വാക്ക് കൊണ്ട് എന്റെ ഉള്ളു മുറിഞ്ഞ് ആ മുറിവിന്റെ പാട് എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. വാക്കുകൾ അന്നമാണ്. നമുക്ക് പരിചയമുള്ള കുട്ടികൾ മാത്രമല്ല, നമ്മൾ കാണുന്ന ഓരോ കുട്ടിയുടെയും ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന വാക്ക് വളരുന്നുണ്ട്. നമ്മളൊരു അനുഭവം പറയാം. 7-ാം ക്ലാസ്സിൽ നമ്മളിങ്ങനെ 4-ാം ക്ലാസ് വരെ ഒരു സ്കൂള്, 7-ാം ക്ലാസ് വരെ വേറൊരു സ്കൂള്, അങ്ങനെ സ്കൂളുകളായിരുന്നു. 3 സ്കൂളിലായിരുന്നു നമ്മളൊക്കെ പഠിച്ചിരുന്നത്. അപ്പോൾ 7-ാം ക്ലാസ് പൂർത്തിയാക്കിയിട്ട് സ്കൂളിൽ നിന്ന് പോവാം. ആ സമയത്ത് ക്ലാസ് ലീഡറൊക്കെ ആയിരുന്നു. അപ്പോൾ മാഷോട് ചോദിച്ചു, മാഷെ ഇനി ഞങ്ങൾ 8-ാം ക്ലാസ്സിലേക്ക് നേരെ പോയാൽ പോരെന്ന് ചോദിച്ചു. മാഷോടെ 8-ാം ക്ലാസ്സിലേക്ക് നേരെ പോയാൽ പോരെന്ന് ചോദിച്ചു ക്ലാസ് മാഷോട്. ഈ മാഷിന് അന്നത്തെ എന്തോ ഒരു മനസ്സിന്റെ വിഷമം കൊണ്ടാവാം, അന്നുണ്ടായ എന്തെങ്കിലും ഒരു ടെൻഷൻ കൊണ്ടാവാം, ഈ മാഷ് അന്നൊരു വാക്ക് പറഞ്ഞു. എന്നെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു. ഞാൻ ആ വാക്ക് ഇവിടെ പറയണില്ല, നിങ്ങൾക്ക് കേൾക്കണോ? ആ മാഷെ ഇപ്പോഴും കാണാറുണ്ട്. എനിക്ക് ആ മാഷെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മളെ പഠിപ്പിച്ച ഓരോ മാഷോടും ടീച്ചറോടും നമ്മൾക്ക് അത്രയും സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്, ശരിയാ. ആ മാഷോട്, മറ്റുള്ള ആളുകളോട്, മറ്റുള്ള മാഷന്മാരോട്, ടീച്ചർമാരോട് ഉള്ളൊരു സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ആ മുറിവ് മാഞ്ഞു പോകുന്നില്ല. അത് മാഞ്ഞു പോകാനുള്ള സാധ്യതയും കുറവാണ്. കാരണം 7-ാം ക്ലാസ്സിൽ നിന്നുണ്ടായ മുറിവാ. ഇപ്പൊ 42 വയസ്സായി. 42 വയസ്സുള്ള എന്നെ ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് നിങ്ങളെ പരിഹസിച്ചു നോക്കൂ, അപമാനിച്ചു നോക്കൂ. 4-5 മിനിറ്റ് കൊണ്ട് ഞാനത് മറന്നുപോകും.
അത് വിട്ടുകളയും. എന്നാൽ 4-5 വയസ്സുള്ള ഒരു കുട്ടിയെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ, 42-ാമത്തെ വയസ്സിലും 60-ാമത്തെ വയസ്സിലും 75-ാമത്തെ വയസ്സിലും ആ മുറിവ് നീട്ടിക്കൊണ്ടേയിരിക്കും.